നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മുള്ളരിങ്ങാട് ആമേൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹി. കാട്ടാനയുടെ ആക്രമണമുണ്ടായത് തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാനായി പോയപ്പോൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ തിങ്കളാഴ്ച UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കാട്ടാന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. അല്ലാത്തപക്ഷം മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രിയെ പുറത്താക്കണമെന്നും ഡീൻ. ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ ഫെൻസിംഗ് സംവിധാനം അടിയന്തരമായി ഒരുക്കണമെന്ന് തൊടുപുഴ MLA PJ ജോസഫ്. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ വിജയ കിരീടം 5856 ലൈക്കോടെ കട്ടപ്പന സെന്റ് ജോൺസ് CSI ചർച്ച് ടീമിന്. വിജയികൾക്ക് 31-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകും. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തായി രൂപപ്പെട്ട ഗർത്തം അപകടക്കെണിയാകുന്നു. ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരുടെ അടക്കം വാഹനം കടന്നു പോകുന്ന പാതയിൽ. വിശദമായ വാർത്തകൾ. തൊടുപുഴ മുള്ളരിങ്ങാട് ആമേൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാനായി പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ നാളെ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വീടിന് സമീപം കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാനായി പോയപ്പോഴാണ് അപകടമുണ്ടായത്. തേക്കുകൂപ്പിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാനയുടെ മുൻപിൽ അമർ അകപ്പെടുകയായിരുന്നു. അമർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആന ആക്രമിച്ചു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ അമറിനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മേഖലയിൽ നാളുകളായി കാട്ടാന തമ്പടിച്ചിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ പയ്യനാണ് അവിടെ കിട്ടിയ പശുവിനെ കാണാണ്ട് പശുവിനെ അന്വേഷിച്ചു വേണ്ടി ചെന്നാന്നാണ് പറയുന്നത്. പശുവിനെ അന്വേഷിച്ച് കയറി പോയെന്നാണ് അവർ പറയുന്നത്. ചെന്നപ്പോൾ ജനവാസ മേഖലയിലേക്ക് ആളുകളായിട്ട് ആന തമ്പടിച്ചേക്ക് മൊത്തം. അപ്പോൾ ആന എവിടെയും നിൽപ്പുണ്ടായിരുന്നു, പയ്യൻ കണ്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിവായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഡീറ്റ് ചെയ്യാൻ പറ്റില്ല. പശുവിനെ നോക്കിയിട്ട് കയറിപ്പിന്നാണ് അവിടെ പറഞ്ഞത്. അമറിന്റെ കൂടെയുണ്ടായിരുന്ന ബ്ലാങ്കരയിൽ മൻസൂർ ഓടി രക്ഷപ്പെട്ടു. ഇയാളുടെ കാലിന് ചെറിയ പരിക്കുണ്ട്. അമറിന്റെ മൃതദേഹം തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കാട്ടാന ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ്. തൊടുപുഴയിൽ ആശുപത്രിക്ക് മുൻപിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കാട്ടാന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രിയെ പുറത്താക്കണമെന്നും അദ്ദേഹം തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു. ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാനിത് വെറുതെ പറയുന്ന ആളല്ല. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ടും ഈ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടും ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദൈനംദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ട് ഭരണാധികാരികൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുസ്സഹമായ ഒരു സാഹചര്യമാണിത്. ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ട് ഏറാൻ കൊണ്ട ആളല്ല മന്ത്രി അല്ലെങ്കിൽ ഭരണാധികാരികൾ. ഉദ്യോഗസ്ഥന്മാർ പലതും പറയും. ഈ പറയുന്ന പ്രശ്നമില്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ അതല്ലല്ലോ. ഇത് വർഷങ്ങളായി അല്ലെങ്കിൽ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഫലപ്രദമായ ഇടപെടലാണ് വേണ്ടത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായ ഈ സാഹചര്യത്തിലും ഈ പറയപ്പെടുന്ന മുള്ളരിങ്ങാടും ഈ പറയപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുമെല്ലാം യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയിട്ടില്ല. അവർ ഒരു ട്രഞ്ച് കുഴിച്ചിട്ടുണ്ടോ അധികമായി? ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഫെൻസിങ് സമ്പ്രദായം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഇവർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രൂക്ഷമായ സാഹചര്യത്തെയും പ്രതിരോധിക്കാൻ യാതൊരു മുൻകരുതലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഞാൻ പറയാം. ഇത് വെറുതെ അങ്ങനെ നമുക്ക് കണ്ണടച്ച് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഓരോ സംഭവങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ കുടുംബങ്ങളും അനാഥമായിക്കൊണ്ടിരിക്കുന്നു. ഈ നാടിൻ്റെ കണ്ണീര് ആര് തുടയ്ക്കും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത്. അതവർ ചെയ്തില്ല എങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഇവരെ ചവിട്ടിപ്പുറത്താക്കുന്ന ഒരു കാലഘട്ടം അനധിവിദൂരം അല്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുക. എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ? ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിഷേധിക്കും. ഇക്കാര്യത്തിൽ ആ നാടിൻ്റെ ഒരു പൂർണ്ണമായ സംരക്ഷണം. ആ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന ഒരു ചെറുപ്രദേശം വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ ഒരു ചെറുപ്രദേശമാണ്. ആ ചെറുപ്രദേശം ആകെ ഇന്ന് ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന വിധത്തിൽ വേണ്ടുന്നതായിട്ടുള്ള ഉറപ്പ്, അതിന് വേണ്ടുന്നതായിട്ടുള്ള സാഹചര്യമാണ് ഗവൺമെൻറ് ഇവിടെ സൃഷ്ടിക്കേണ്ടത്.
അതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുന്നത് വരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാവുക. ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ ഫെൻസിംഗ് സംവിധാനം അടിയന്തരമായി ഒരുക്കണമെന്ന് തൊടുപുഴ MLA PJ ജോസഫ്. വനം സംരക്ഷിക്കുന്നതിനൊപ്പം വന്യമൃഗങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാകാതിരിക്കാനുള്ള സംവിധാനവും വനം വകുപ്പ് സ്വീകരിക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. വന്യമൃഗങ്ങൾക്ക് വനത്തിൽ നിൽക്കത്തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും PJ ജോസഫ് പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ആന ഇറങ്ങാതിരിക്കത്തക്കവണ്ണം ഫെൻസിങ് വേണം. ഫെൻസിങ് മാത്രം പോരാ, ട്രെഞ്ചും ഉണ്ടാകും. ട്രെഞ്ചിൻ്റെ അരികിൽ അടിയന്തരമായ ഫെൻസിങ് നടത്തണം. ഇവിടെ ജനങ്ങൾ കൂടിയ ആനയെ തിരിച്ചുവിടുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അടിയന്തരമായി മുൻകരുതൽ ഫെൻസിങ് ഏർപ്പെടുത്തണം, ട്രെഞ്ചും ഉണ്ടാകണം. ഈ വനം സംരക്ഷിക്കുന്നതോടൊപ്പം വന്യമൃഗങ്ങൾ ജനങ്ങൾക്ക് ഉപദ്രവമായി തീരാതിരിക്കത്തക്കവണ്ണമുള്ള നടപടിയും കൂടി വനം വകുപ്പ് സ്വീകരിക്കണം. അവരുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കണം. മുള്ളരിങ്ങാട് ഉണ്ടായ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. 3-4 വർഷമായിട്ട് ഞങ്ങളുടെ കാട്ടിൽ ആനകളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടും ഞങ്ങളുടെ സ്വത്തിനും ജീവനും വരെ സംരക്ഷണം നൽകാൻ ഒരു അധികാരപ്പെട്ടവർ ഇന്ന് വരെ തുനിഞ്ഞിട്ടില്ല. ഒരു രാത്രി ഒരു ആശുപത്രി കേസിനോ ഒരു കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണില്ല. അതുമണി ഇങ്ങനെ ആയി ഇത് ഇന്നിപ്പോൾ കേട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ച് വെറും 24 വയസ്സ് പ്രായം മാത്രമുള്ള ആ മോൻ മരണപ്പെട്ടു കാട്ടാനയുടെ ആക്രമണത്തിൽ. ഇതെങ്ങനെ ഞങ്ങൾ സഹിക്കും? ഇതിന് എന്തെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊരു നടപടി വേണ്ടേ? ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഞങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടണ്ടേ? എങ്ങനെ ആ കുടുംബം എന്ത് സമാധാനത്തിലാണ് ആ കുടുംബം കഴിയണേ? എൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബം എന്ത് സമാധാനത്തിലാണ് കഴിയണേ? ഒരു 24 വയസ്സ് മാത്രമുള്ള ആ പിഞ്ചു മോൻ എന്നാണ് മരണപ്പെട്ടേക്കണേ. അതിക്രൂരമായ ആക്രമണമേറ്റ്. ഇതിന് ഉദ്യോഗ തലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനും ജീവനും ഒരു സംരക്ഷണം നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പല മേഖലകളിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടും ശാശ്വതമായൊരു പരിഹാരം നാളെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 13 കിലോമീറ്ററോളം ഫെൻസിങ് തീർക്കേണ്ടടുത്ത് 3-4 കിലോമീറ്റർ ഫെൻസിങ് തീർത്ത് ഈ ആളുകളുടെ ഇടയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് കാട്ടിൽ അഴിച്ചുവിട്ടേർന്ന പശുവിനെ അഴിക്കാൻ പോയ നമ്മുടെ കൂട്ടുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ, അതിദാരുണമായ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റേതായ വിഷമത്തിലാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം ഈ ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഞങ്ങൾക്ക് ഇതിൽ കൂടെ സഞ്ചരിക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. കർഷക തൊഴിലാളികളാണ് ഞങ്ങളിവിടെ ഉള്ളവർ. തൂമ്പയെടുത്ത് പണിയെടുത്ത് ജീവിക്കുന്ന കർഷക തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാതിരിക്കാൻ പറ്റൂല. എന്ത് പറഞ്ഞാലും ഇവരിങ്ങനെ എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു ഇതല്ലാതെ ഇപ്പോൾ ഒരാളുടെ ജീവിതം പോയി, ഒരു കുടുംബത്തിൻ്റെ ജീവിതം പോയി. ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ ഫെൻസിങ് തീർക്കുക, ട്രഞ്ച് താത്തി ആന ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അത് ചെയ്ത് നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടുകാർക്ക് ഇവിടെ ഏതായാലും വീടിട്ടിട്ട് പോകാനൊന്നും പറ്റൂല. എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ വിജയകിരീടം 5856 ലൈക്കോടെ കട്ടപ്പന സെന്റ് ജോൺസ് CSI ചർച്ച് ടീം നേടി. 4875 ലൈക്കുമായി രണ്ടാം സ്ഥാനം സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ടീം കരസ്ഥമാക്കി. കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ടീം 1245 ലൈക്കുമായി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. വിജയികൾക്ക് 31-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ കട്ടപ്പന എസ്മാർട്ട് നൽകുന്ന 10,001 രൂപയും കട്ടപ്പന ട്രേഡിംഗ് കമ്പനി നൽകുന്ന 7,001 രൂപയും കട്ടപ്പന സറ കർട്ടൻസ് നൽകുന്ന 5,001 രൂപയും സമ്മാനമായി നൽകും. എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിന് സമാപനം. ഡിസംബർ 15-ന് നടന്ന പരിപാടിക്ക് ശേഷം 17-ാം തീയതി മുതൽ 29-ാം തീയതി 5 മണി വരെയായിരുന്നു മത്സരം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത കരോൾ ഗാനത്തിന് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്ന ടീമാണ് വിജയിക്കുന്നത്. 12 ദിവസമായി നടന്ന മത്സരത്തിൽ 5856 ലൈക്കോടെ കട്ടപ്പന സെന്റ് ജോൺസ് CSI ചർച്ച് ടീം ഒന്നാം സ്ഥാനം നേടി. 4875 ലൈക്സുമായി രണ്ടാം സ്ഥാനം സെന്റ് ജോർജ് യാക്കോബിയ ചർച്ച് ടീം കരസ്ഥമാക്കി. കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ടീം 1845 ലൈക്സുമായി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. വണ്ടൻമേട് CSI യൂണിയൻ ചർച്ച് വികാരി റവറൽ ഫാദർ PV ചാക്കോ വിജയികളെ പ്രഖ്യാപിച്ചു. 15-12-24 YMCയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ പ്രമുഖ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടത്തപ്പെട്ട 26ാമത് എക്യൂമെനിക്കൽ കരോൾ സർവീസിൽ പങ്കാളികളായ ഏവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.
HCIന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഓൺലൈൻ മത്സരത്തിൽ ലൈക്ക് നേടിയവരെ അഭിനന്ദിക്കുന്നു. ദേശീയ ഉത്സവമായി തീരുന്നതിന് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത HCIന് ഏവരുടെയും നാമത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിച്ചത് സെന്റ് ജോൺസ് CSI ചർച്ച് കട്ടപ്പന 5759 ലൈക്ക് ലഭിച്ചു. രണ്ടാം സ്ഥാനത്ത് കട്ടപ്പന ജാക്കോബൈറ്റ് ചർച്ച് 4762 ലൈക്ക് ലഭിച്ചു. 1245 ലൈക്ക് ലഭിച്ച സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് കട്ടപ്പന മൂന്നാം സ്ഥാനത്തും ഉണ്ട് എന്ന് ഏവരെയും അറിയിക്കുന്നു. 31-ാം തീയതി വൈകുന്നേരം 6:30 കട്ടപ്പന സെന്റ് ജോൺസ് CSI ദേവാലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനം നൽകും. വിജയികളായ ടീം മുഴുവൻ അംഗങ്ങളുമായി എത്തി സമ്മാനം കൈപ്പറ്റണം. ഒന്നാം സമ്മാനമായി കട്ടപ്പന S-Mart നൽകുന്ന 10,001 രൂപയും, രണ്ടാം സമ്മാനമായി കട്ടപ്പന ട്രേഡിംഗ് കമ്പനി നൽകുന്ന 7,001 രൂപയും, മൂന്നാം സമ്മാനമായി കട്ടപ്പന സേറ കട്ടൻസ് നൽകുന്ന 5,001 രൂപയും വിജയികൾക്ക് കൈമാറും. മത്സരത്തിൽ 789 ലൈക്സുമായി കട്ടപ്പന സെന്റ് ജോൺസ് ഫാർമസി ടീം 4ാം സ്ഥാനവും 569 ലൈക്സുമായി ചേറ്റുകുഴി നസ്രത്ത് മർത്തോമ ചർച്ച് ടീം 5ാം സ്ഥാനവും നേടി. 560 ലൈക്സുമായി കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജ് 6ാം സ്ഥാനവും, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന 540 ലൈക്സുമായി 7ാം സ്ഥാനവും, വെള്ളയാംകുടി സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ടീം 440 ലൈക്സുമായി 8ാം സ്ഥാനവും സ്വന്തമാക്കി. കാഞ്ചേർ സെന്റ് പീറ്റേഴ്സ് CSI ചർച്ച് ടീം 157 ലൈക്സുമായി 9ാം സ്ഥാനവും, വെള്ളയാംകുടി ബദൽ മർത്തോമ ചർച്ച് ടീം 155 ലൈക്സുമായി 10ാം സ്ഥാനവും, കട്ടപ്പന പവർ ഇൻ ജീസസ് ടീം 144 ലൈക്സുമായി 11ാം സ്ഥാനവും, 108 ലൈക്സുമായി കട്ടപ്പന YMCA ടീം 12ാം സ്ഥാനവും, ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ടീം 105 ലൈക്സുമായി 13ാം സ്ഥാനവും നേടി. സെന്റ് ജോർജ് ഫൊറോന ചർച്ച് ടീം 26 ലൈക്സുമായി 14ാം സ്ഥാനവും, കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര കത്തോലിക്ക ചർച്ച് ടീം 18 ലൈക്സുമായി 15ാം സ്ഥാനവും, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് 13 ലൈക്സുമായി 16ാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയത്. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തായി രൂപപ്പെട്ട ഗർത്തം അപകടക്കെണിയാകുന്നു. ശബരിമല തീർത്ഥാടകരുടെ അടക്കം വാഹനം കടന്നുപോകുന്ന പാതയാണിത്. തുടർച്ചയായി നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പാറക്കടവ് റോഡിലാണ് അപകടക്കെണി രൂപപ്പെട്ടിരിക്കുന്നത്. പാതയിൽ ഇന്റർലോക്ക് പതിപ്പിച്ചിരിക്കുന്ന ഭാഗവും ടാറിങ്ങും ചേരുന്നിടത്താണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ടാറിങ്ങും ഇന്റർലോക്കും ചേരുന്ന ഭാഗത്തെ ചില ഇന്റർലോക്ക് കട്ടകൾ ഇളകിപ്പോയതും ടാറിങ് ഇളകിയതുമാണ് അപകടക്കെണി രൂപപ്പെടാൻ കാരണം. ഇതോടൊപ്പം ഓടയുടെ അഭാവത്തിൽ റോഡിലൂടെ ഒഴുകുന്ന മഴവെള്ളവും ഗർത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. വേഗതയിലെത്തുന്ന വാഹനങ്ങൾ മുന്നിലെ ഗർത്തം തിരിച്ചറിയാതെ കുഴിയിൽ ചാടി കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ്. അതോടൊപ്പം നിരവധി ഇരുചക്ര വാഹന യാത്രികരാണ് ഗർത്തത്തിൽ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന നഗരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഗർത്തം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി തവണ മുനിസിപ്പാലിറ്റി ഇടപെട്ടും PWD ഇടപെട്ടുമൊക്കെ അത് മൂടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഇപ്പോഴും ആ ഗർത്തം അവിടെ വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ഒട്ടനവധിയായിട്ടുള്ള വാഹനങ്ങൾ ഈ പാതയിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുമളിയുമായി ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു പാതയാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു വഴിയാണ്. ഈ ഒരു പ്രധാന പ്രദേശത്ത് തന്നെ ഇത്തരത്തിലൊരു ഗർത്തം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. നിരവധി അപകടങ്ങളാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സീസൺ കൂടിയായതിനാൽ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള നിരവധി തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇതുവഴി കടന്നുവരുന്നുണ്ട്. വാഹന ഡ്രൈവർമാർ മുൻപിലുള്ള ഗർത്തം തിരിച്ചറിഞ്ഞ വശങ്ങളിലേക്ക് വെട്ടിക്കുന്നതും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കുഴിയാണെന്ന് തിരിച്ചറിയാത്തതാണ് അപകടങ്ങൾ പതിവാകാൻ കാരണം. കട്ടപ്പന നഗരത്തിലെ വിവിധ പ്രധാന റോഡുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന അപകടക്കെണികളായ ഗർത്തങ്ങൾ മൂടാൻ നഗരസഭാ അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ വണ്ടിപ്പെരിയാറിൽ സംയുക്ത അനുശോചന യോഗം സംഘടിപ്പിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തന്ത്രജ്ഞനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് നേതാക്കൾ അനുസ്മരിച്ചു. ലോകം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കാലത്ത് ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ധനബജറ്റ് ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചുയർത്തിയിരുന്നു. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിലും വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിൽ സംയുക്ത മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, CPM പെരിയാർ ലോക്കൽ സെക്രട്ടറി മണി, നേതാക്കളായ M ഉദയസൂര്യൻ, KA സിദ്ദിഖ്, S ഗണേശൻ, TM ഉമ്മർ, P നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു.
മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കട്ടപ്പനയിൽ സർവകക്ഷി അനുസ്മരണ യോഗം നടന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. ഇന്ത്യയുടെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണം രാജ്യത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. അദ്ദേഹത്തിന്റെ മരണത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ മൗനജാഥയും സർവകക്ഷി അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചത്. യോഗത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ സംസാരിച്ചു. ഒരു രാഷ്ട്രീയ പദവികളും അദ്ദേഹം ആഗ്രഹിച്ചില്ല. പക്ഷെ രാജ്യം അദ്ദേഹത്തെ തേടിച്ചെല്ലുകയാണ്. അദ്ദേഹം വളരെ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് വേർതിരിഞ്ഞു പോയ വാഴപ്പെടുന്ന പാകിസ്ഥാൻ ചേർന്ന ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞതാണ്. അദ്ദേഹം ഡൽഹിയിലേക്ക് അഭയാർത്ഥിയായി വന്ന് ഡൽഹിയിലെ വിദ്യാഭ്യാസവുമായി ഇണങ്ങിച്ചേർന്ന അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിലേക്ക് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത അദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി, സ്കോളർഷിപ്പ് കിട്ടി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഭരിക്കുന്നവർക്ക് അനുകൂലമല്ലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് വെച്ചത്. അദ്ദേഹം പ്രധാനമന്ത്രിയായ ജവഹർലാലിന് കത്തയച്ചു. ആ കത്തിലത്തം പറയുന്നു, അങ്ങയുടെ പ്രസംഗത്തിലും അങ്ങയുടെ എഴുത്തിലും ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങ് ഇടതുപക്ഷ സഹയാത്രികനാണ്. എന്റെ ചിത്രങ്ങളെ പ്രചോദിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പാസ്പോർട്ട് നിഷേധിക്കുന്നത് നീതിയെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇക്കാര്യം ഇടപെടണം എന്ന് അദ്ദേഹം ജവഹർലാലിന് കത്തയച്ചു. നീതിബോധമുണ്ടായ പ്രധാനമന്ത്രി ജവഹർലാൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ മൻമോഹൻ സിംഗ് കത്തയച്ചു. ലോകത്തിന് ആകെ വലിയ സംഭാവന നൽകാൻ കഴിയില്ല ഒരു സാമ്പത്തിക വിദഗ്ധനായി മാറി. അത് അവസാനം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ എത്തിക്കുകയും 10 വർഷക്കാലം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഒരുപക്ഷെ കോൺഗ്രസിൽ പോലും തുടർച്ചയായി 10 വർഷക്കാലം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഒരാൾ ഇരിക്കാൻ കഴിയും. റഷ്യയുടെ സ്വാധീനം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വിദേശ മേഖലയിൽ എല്ലാം പ്രകടമാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രിതമായ ഒരു സമ്പദ്ഘടനയെ ഇന്ത്യയുടെ വാതികൾ കുത്തിയടക്കുകയും ആഭ്യന്തര രംഗത്തിൽ ലൈസൻസ് രാജ്യം 1947 മുതൽ 91 വരെ നിലവിൽ ഒരു ചെറിയ വ്യാപാരമോ വ്യവസായം ആരംഭിക്കുന്നതിന് നിരവധി കടമ്പകൾ കടക്കുകയും എന്നാൽ 91 റഷ്യയുടെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും തകർച്ചയോടുകൂടി ലോകത്ത് അമേരിക്ക അടക്കമുള്ള കേരളീയ മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ സാമ്രാജ്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മയെ തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നമ്മുടെ ഗവൺമെന്റ് നിലപാട് മാറ്റിയെന്നുള്ളതാണ് സത്യം. ഡോക്ടർ മൻമോഹൻ സിംഗ് ധീരമായ നിലപാടാണ് അദ്ദേഹത്തിന് അതിന് കൂട്ടുന്നത്, കരുതുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വെല്ലുവിളിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുമാണ്. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ EM ആഗസ്തി, മാത്യു ജോർജ്, ജോയി വെട്ടിക്കുഴി, VR ശശി, ശ്രീനഗരി രാജൻ, മനോജം തോമസ്, തോമസ് രാജൻ, തോമസ് പെരുമന, ടോമി ജോർജ്, അഡ്വക്കേറ്റ് KJ ബെന്നി, തോമസ് മൈക്കിൾ, രതീഷ് വരക്കുമല, MC ബിജു, ജോയി കുടക്കച്ചിറ, രാജൻകുട്ടി മുതുകുളം, സിബി പാറപ്പായി തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് റോമിലെ വിശുദ്ധ കവാടം തുറന്ന് ജൂബിലി വർഷാചരണത്തിന് മാർപ്പാപ്പ ഔദ്യോഗികമായി തുടക്കം കുറിച്ചതിനോടനുബന്ധിച്ച് എല്ലാ രൂപതകളിലും കത്തീഡ്രൽ ദേവാലയങ്ങളിൽ രൂപതാധ്യക്ഷന്മാർ ജൂബിലി വർഷം ഉദ്ഘാടനം നിർവഹിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോർജ് LP സ്കൂളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. വാഴത്തോപ്പ് ഇടവകയിലെ കൈക്കാരന്മാർ സമർപ്പിച്ച ജൂബിലി കുരിശ് മെത്രാൻ വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ചു. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രദക്ഷിണം പ്രധാന കവാടത്തിങ്കിലെത്തിയപ്പോൾ രൂപതാ മെത്രാൻ ഔദ്യോഗികമായി കത്തീഡ്രലിന്റെ വാതിൽ തുറന്ന ദേവാലയത്തിൽ പ്രവേശിച്ചു. ജൂബിലി തിരിതെളിച്ച് മഹാജൂബിലി 2025
രൂപതാതല ഉദ്ഘാടനം രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചു. രാജാവ് എഴുന്നള്ളുന്നു. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ വാതിലൂടെയാണ് അകത്ത് പ്രവേശിക്കുന്നത്. ആളുകളുടെ വാതിലായ ഈശോയുടെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്ന അടിമാലി, നെടുങ്കണ്ടം, വാഴത്തോപ്പ്, രാജകുമാരി, എഴുകുംവയൽ, കുരിശുമല തുടങ്ങിയ ഇടവകകളിലെ വികാരിമാർ രൂപതാ മെത്രാനിൽ നിന്നും പ്രഖ്യാപന രേഖ കൈപ്പറ്റി. രൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ചാൻസലർ ഫാദർ മാർട്ടിൻ പൊൻപനാൽ, ജൂബിലി കോർഡിനേറ്റർ ഫാദർ മാത്യു അഴകനാക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന പ്രസ് ക്ലബ്ബ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റ് MD ബിപിൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിലേറി. ഹൈറേഞ്ചിന്റെ വാണിജ്യ നഗരമായ കട്ടപ്പനയുടെ വികസനത്തിന് കട്ടപ്പന പ്രസ് ക്ലബിന്റെ പങ്ക് വിലയേറിയതാണ്. എല്ലാ പ്രിന്റ്, വിഷ്വൽ മീഡിയ മാധ്യമ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ക്ലബിന്റെ പ്രവർത്തനം. വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് MT ബിപിൻദാസ് അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ ഭാവി പദ്ധതികളും ക്ഷേമ പദ്ധതികളും ചർച്ചയായി. സെക്രട്ടറി സിറിൽ ലൂക്കോസ്, ട്രഷറർ ബെന്നി കളപ്പുരയ്ക്കൽ, വൈസ് പ്രസിഡന്റ് അഖിൽ ഫിലിപ്പ്, ജോയിന്റ് സെക്രട്ടറി റോയി വർഗീസ്, KM മത്തായി, തോമസ് ജോസ്, MC ബോബൻ, JB ജോസഫ്, ജോർജി മാത്യു, NK രാജൻ, പ്രവീൺ വട്ടമല, S സൂര്യലാൽ, KK ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി MT ബിപിൻദാസ്, സിറിൽ ലൂക്കോസ്, ബെന്നി കളപ്പുരയ്ക്കൽ, അഖിൽ ഫിലിപ്പ്, റോയി വർഗീസ്, PD സ്വനീഷ്, VS അസറുദ്ദീൻ, അജിൻ അപ്പുക്കുട്ടൻ, ഷിബിൻ T രാജൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ദേശീയപാത 85 പഴയ മൂന്നാർ ടൗണിന് സമീപം രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴികൾ അപകടക്കെണിയാകുന്നു. കോൺക്രീറ്റ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതാണ് അപകടത്തിന് ഇടവരുത്തുന്നത്. കുഴികൾ രൂപം കൊണ്ടിട്ടുള്ള ഭാഗത്ത് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. കുഴികൾ അടയ്ക്കാത്ത നടപടിക്കെതിരെ അടുത്ത ദിവസം ചില സംഘടനകളുടെ പ്രത്യക്ഷ സമരമുണ്ടാകുമെന്നാണ് വിവരം. ദേശീയപാത 85 പഴയ മൂന്നാർ മൂലക്കടയ്ക്കും ഹെഡ് വർക്ക്സ് അണക്കെട്ടിനുമിടയിലാണ് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. വെള്ളമൊഴുകി കോൺക്രീറ്റ് ഇളകിപ്പോയതോടെയാണ് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഇരുചക്ര വാഹന യാത്രികർ ഈ കുഴിയിൽ ചാടുന്നതും അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുകയാണ്. കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ അപകടക്കെണിക്കൊപ്പം വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ള ഭാഗത്ത് ഗതാഗത കുരുക്കും രൂക്ഷമായി. ഈ സാഹചര്യത്തിലാണ് കുഴികളടക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. நல்ல நாட்களில் கிறிஸ்மஸு, புத்தாண்டு போன்ற நாட்களில் வெளி மாநிலத்திலிருந்தும் வெளிநாடுகளிலிருந்தும் ஏகப்பட்ட கெஸ்ட்டுகள் மூணாரை நோக்கி பயணம் செய்து வந்து கொண்டிருக்காங்க. அப்படி வரக்கூடிய அந்த கெஸ்ட்டுகள், வரக்கூடிய வாகனங்கள் கூடுதல் டிராஃபிக் ஆகக்கூடியது அந்த ஒரு ஏரியாவில் தான். அதனால் மட்டும்தான் கூடுதல் டிராஃபிக்கு மூணாரில் ஆகுது. உடனடியாக அந்த ரோடை சரி செய்யணும். வரேன், மூணார் வந்திருந்தேன். நல்ல கிளைமேட்டு, ரொம்ப ப்ளசண்ட்டாக இருக்குது. இங்கே ரெண்டாவது என்ன பிரச்சனைன்னா, இந்த ரோடு மட்டும் கவர்மெண்ட்டை நல்லா ரெடி பண்ணணும். கார் ஓட்டும் போது எங்களுக்கு ரொம்ப பிரச்சனையாக இருக்குது. ப்ளஸ் இங்கே டிராஃபிக்கும் அந்தளவுக்கு இருக்குது. ரோடு கண்டிஷன் நல்லா இல்லாதனால டிராஃபிக் அதிகமாக இருக்குது. பார்க்கிங் பிரச்சனையும் ரொம்ப அதிகமாக இருக்குது. ஒரு இடத்த விட்டு இன்னொரு இடம் போகும்போது லீவ் டைம் இருக்கனால அதிக கார் வரனால இன்னொரு இடம் போகிறதுக்கு ரொம்ப டைம் ஆகுது. அதனால் சில ஸ்பாட்டுக்கு நம்ம போய் சேர முடியல. இப்போ கவர்மெண்ட்டு இதுக்கு வந்து ரோடையும் நல்லா ரெடி பண்ணி கொடுக்கணும். இந்த பார்க்கிங் பிரச்சனைக்கும் ப்ளஸ் அந்த ரோഡിൽ ട്രാഫിക് ആകുന്നത് கொஞ்சம் കുറയ്ക്കണം. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ വന്ന് കുഴിയറിയാതെ ചാടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രദേശത്ത് റോഡ് തകർന്നിട്ടെന്നും എന്നാൽ റോഡിലെ കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചിട്ട് പോലും ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിന് മുഖം തിരിക്കുന്നുവെന്നാണ് പരാതി. കുഴികളടയ്ക്കാത്ത നടപടിക്കെതിരെ അടുത്ത ദിവസം ചില സംഘടനകളുടെ പ്രത്യക്ഷ സമരമുണ്ടാകുമെന്നാണ് വിവരം.
കാഞ്ചാർ ലബക്കടയിൽ കോനാട്ട് കുടുംബയോഗം നടന്നു. ഉടുമ്പൻചോല MLA M. മണി കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. 17ാമത് കുടുംബയോഗമാണ് ലബക്കടയിൽ വെച്ച് നടത്തിയത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ഇത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുമെന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് M. മണി MLA പറഞ്ഞു. അവരെ സഹായിക്കാൻ പ്രാപ്തിയുള്ളവർ സഹായിക്കുന്നതും അങ്ങനെ എന്തുകൊണ്ടൊരു കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവരുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതിന് മുൻകൈ എടുക്കാം. കുറെ നാളുകളായി ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായില്ലേ. കോനാട്ട് കുടുംബത്തിന്റെ 17ാമത് യോഗമാണ് കാഞ്ചാർ ലബക്കടയിൽ വെച്ച് നടന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുടുംബമാണ് കോനാട്ട. അംഗങ്ങളുടെ പുനരുദ്ധാരണവും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന മറ്റ് ഇതര വിഭാഗങ്ങളെ സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് കുടുംബയോഗത്തിൽ ഉള്ളത്. യോഗത്തിൽ വെച്ച് കായിക പ്രതിഭകളെയും മുതിർന്നവരെയും ആദരിച്ചു. കുടുംബയോഗം പ്രസിഡന്റ് KS മനോജ് അധ്യക്ഷനായിരുന്നു. മനോജ് പതാലിൽ MP സാനു, KC ബിജു, ഗിരീഷ് കോനാട്ട തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സാൻജോ പ്രൊഡക്ഷന്റെ ബാനറിൽ സന്തോഷ് ഇടുക്കി കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി CGK നായർ നിർമ്മിച്ച് ബൈജു ഏഴുപുന്ന സംവിധാനം ചെയ്യുന്ന കൂടോത്രം എന്ന സിനിമയുടെ ചിത്രീകരണം കഞ്ഞിക്കുഴിയിൽ തുടങ്ങി. കഞ്ഞിക്കുഴിയും പരിസര പ്രദേശങ്ങളും പ്രധാന ലൊക്കേഷനായുള്ള സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ക്യാമറ എന്നിവ കൈകാര്യം ചെയ്യുന്നത് കഞ്ഞിക്കുഴി സ്വദേശികൾ തന്നെയാണെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. കഞ്ഞിക്കുഴിയും പരിസര പ്രദേശങ്ങളും പ്രധാന ലൊക്കേഷനാകുന്ന കൂടോത്രം എന്ന സിനിമയുടെ പൂജയും ചിത്രീകരണവുമാണ് കഞ്ഞിക്കുഴി പൊന്നിയാറിൽ തുടക്കമായത്. സാൻജോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ CGK നായർ നിർമ്മിച്ച് സന്തോഷ് ഇടുക്കി കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച സിനിമാ താരം ബൈജു ഏഴുപുന്ന സംവിധാനം ചെയ്യുന്ന ഹൊറർ ചിത്രമാണ് കൂടോത്രം. ഇവിടെ തന്നെയാണ് നമ്മുടെ പ്രധാന ലൊക്കേഷൻ. വെള്ളിമല എന്ന് പറയുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ തുടങ്ങണം എന്നുള്ളൊരു ദൈവത്തിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ച് തന്നെ പൂജ തുടങ്ങാന്ന് വെച്ചത്. പൂജ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ ടൈറ്റിലും ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മളത് ഇത് ചെയ്യാണ്, ടൈറ്റിലും ചെയ്യാണ്. അപ്പൊ ഈ പൂജ ചടങ്ങിലേക്ക് എല്ലാരെയും ആത്മാർത്ഥതയോടെ എന്റെയും എന്റെ ഈ ടീമിന്റെയും എന്റെ പ്രൊഡ്യൂസർ CGK നായരെയും ചേർത്ത് എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. കഞ്ഞിക്കുഴി സ്വദേശിയായ സന്തോഷ് ഇടുക്കി ചിത്രത്തിന് കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്നു. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കഞ്ഞിക്കുഴിയുടെ സ്വന്തം ജിസ്ബിൻ സെബാസ്റ്റ്യനാണ്. മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം സംവിധായകൻ ബൈജു ഏഴുപുന്നിയും പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. 35 ദിവസം നീണ്ടു നിൽക്കുന്ന സിനിമയുടെ ചിത്രീകരണം കഞ്ഞിക്കുഴിയുടെ ടൂറിസം വികസനത്തിന് ഉണർവേകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുള്ളരിങ്ങാട് ആമേൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹി. കാട്ടാനയുടെ ആക്രമണമുണ്ടായത് തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാനായി പോയപ്പോൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ തിങ്കളാഴ്ച UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കാട്ടാന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. അല്ലാത്തപക്ഷം മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രിയെ പുറത്താക്കണമെന്നും ഡീൻ. ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ ഫെൻസിംഗ് സംവിധാനം അടിയന്തരമായി ഒരുക്കണമെന്ന് തൊടുപുഴ MLA PJ ജോസഫ്. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിലെ കരോൾ ഗാന മത്സരത്തിലെ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ വിജയ കിരീടം 5856 ലൈക്കോടെ കട്ടപ്പന സെന്റ് ജോൺസ് CSI ചർച്ച് ടീമിന്. വിജയികൾക്ക് 31-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകും. തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തായി രൂപപ്പെട്ട ഗർത്തം അപകടക്കെണിയാകുന്നു. ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരുടെ അടക്കം വാഹനം കടന്നുപോകുന്ന പാതയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.